നമസ്കാരം, അഭിലാഷ് ഏട്ടാണ്. മാഹിൻ മൂവാറ്റുപുഴയുണ്ട്, ശ്രീധർ പെരുമ്പാവൂരുണ്ട്, നിഷാദ് ഉണ്ട്. നിഷാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോസ് കേട്ടോ. ഈ ലുക്കാണത്. എന്നെ പറ്റിച്ചു ഇവൻ. യഥാർത്ഥ ബോച്ച എന്ന് പറഞ്ഞാൽ കുറെ ഫോട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ട് ഫ്രെയിം ചെയ്തു. പിന്നീടാണ് മനസ്സിലായി ഇവന്റെ രൂപം ഇതാണെന്ന്. എന്നിട്ട് ഈ ഇട തെണ്ടി പറ്റിച്ചു. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ റിവ്യൂ പറയാൻ ചെല്ലാണ്. ഞാനൊക്കെ ബോബിച്ചമ്മണ്ട് അന്നേരം ഞാനാണ് ബോബിച്ചമ്മണ്ട് റിവ്യൂ പറയാൻ വന്നേക്കാം തിരിഞ്ഞിരിക്കല്ലേ. വന്നിട്ട് പതിയെ ആദ്യമായി ശ്രീധറെ ഒരു കണ്ടന്റ് വൈറലായാലോ, AJP തല്ലിന്ന് പറഞ്ഞ നിങ്ങൾ കുറെ കുട്ടികളൊക്കെ ആയിട്ടുള്ള സാധനം. AJP ശരിക്കും പറഞ്ഞാൽ ആക്രമിച്ചത് വളരെ മോശമാണ്. കാരണം ബർത്ത്ഡേയുടെ മറവിൽ അദ്ദേഹത്തെ വിളിച്ച് വളരെ മോശമായിട്ട് ആ കവളത്ത് കുത്തിപ്പിടിച്ചത് വളരെ മോശമാണ്. കാരണം തന്ത്രപരമായി എനിക്ക് പറയാനുള്ള തന്ത്രപരമായ നീക്കമാണ്. അലൻ ജോസ് പെരേര കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ബർത്ത്ഡേ പാർട്ടി പറഞ്ഞ് ഇല്ലാത്ത ബർത്ത്ഡേ ഉണ്ടാക്കി അദ്ദേഹത്തെ പറ്റിച്ചതാണ്. എന്റെ ദൈവമേ. എനിക്ക് പറയാനുള്ളൂ. എന്തായാലും സന്ദർഭം ഇത് ശ്രീധർ പെരുമ്പാവൂർ നല്ലൊരു റിവ്യൂവറാണ്. കാരണം നല്ല സിനിമ നല്ലതെന്ന് പറയും, മോശപ്പെട്ട സിനിമയാണെങ്കിൽ വെട്ടി തുറന്നു പറയും. ഇപ്പൊ നിഷാദ് കല്ലിങ്കൽ ഇദ്ദേഹം ഒരു ബോച്ചയുടെ അപരനാണ്, അതിലുപരി നല്ലൊരു പാട്ടുകാരനാണ്, കലാകാരനാണ്. ഇത് മാഹിൻ മൂവാറ്റുപുഴ സിംഗറാണ്, ആർട്ടിസ്റ്റാണ്. കോളനി സിനിമയിലാണ്. ഈ ബോച്ചയെ കുറിച്ച് പറഞ്ഞ സത്യമായ കാര്യം. ഞാൻ ആദ്യമായിട്ട് വനിതാഭിനയ തിയേറ്ററിൽ ചെന്നപ്പോ പുള്ളി തിരിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ വന്നപ്പോ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ വേഷം നിതീഷ് സാറിന്റെ പടത്തിലല്ലേ. ഞാൻ പതിയെ ചെന്നു നോക്കിയപ്പം ആദ്യം ഇങ്ങനെ നോക്കാണ് ഞാൻ കടപ്പുറത്ത് പോയ സമയത്ത് ഫാമിലീസ് കുട്ടികളൊക്കെ വന്ന് നേരെ കയ്യേറാണ്. സംഭവം മനസ്സിലായോ? അപ്പൊ ബോച്ചയാണെന്ന് വിചാരിച്ചിട്ടാണ് കയ്യേറ്. ഞാൻ 800 പോയത്. അതിനോട് നിങ്ങളെ മറ്റേ വണ്ടിന്റെ പേര് ആ ഗോൾഡൻ കളറിലുള്ള വണ്ടി ഫാമിലി സർക്കസിന് അതെവിടെയാണ് ആർക്കും ആ വണ്ടിന്റെ പേരറിയില്ല. ആ ഗോൾഡൻ കളർ ടാക്സി ആക്കിയ വണ്ടി പേരെന്താ വരട്ടെ. ഇത് പറ, ഫാമിലി സർക്കസിന് എല്ലാവിധ ആശംസകളും. നിതീഷ് സാറിന്റെ പടത്തിന് 10ാം ക്ലാസ്സിലെ പ്രണയം തൊട്ട് തുടങ്ങിയ ഫാമിലി സർക്കസ് നല്ല മൂവി ആയിരിക്കും. പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.